Sri Gokulam Gold and Diamonds, Link Road, Vadagara. വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ. പണിക്കൂലിയിൽ 50% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പ് വോളി ഫ്രണ്ട്സ് പെൺകുട്ടികളുടെ വിഭാഗം 17-18 തീയതികളിൽ വടകര എടോടിയിലെ ശ്രീനാരായണ LP സ്കൂളിൽ വെച്ച് നടക്കും. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ കോഴിക്കോട് ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുക. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 30 ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 15ഓളം ടീമുകളും പങ്കെടുക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ കേരള സ്പോർട്സ് കൗൺസിൽ കേരളത്തിലെ വോളിബോൾ താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചത്. താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടാവുകയുള്ളൂ. താരങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള അഡ്മിഷനും ഗ്രേസ് മാർക്കിനും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന 13-17 തീയതികളിലാണ് നടക്കുന്നത്. 13-ാം തീയതി ആൺകുട്ടികളുടെ കളി പൈമ്പ്ര ഗ്രൗണ്ടിലും പെൺകുട്ടികളുടെ കളി വടകര ശ്രീനാരായണ LP സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആൺകുട്ടികളുടെ കളിയിൽ ഏകദേശം 30 ടീമുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളുടെ കളിയിൽ 15ഓളം ടീമുകളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസമായിട്ടാണ് പെൺകുട്ടികളുടെ കളി വടകര നടക്കുന്നത്. ആൺകുട്ടികളുടെ കളി 3 ക്വാർട്ടറുകളുണ്ട്. അവിടെ 1 ദിവസം കൊണ്ട് തന്നെ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ പൈമ്പ്ര വെച്ചിട്ടും വടകര വെച്ച് നടക്കുന്ന ഈ മത്സരത്തിൽ വെച്ചാണ് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നത്. നമ്മള് ഉദ്ഘാടനം KSCBയുടെ ചീഫ് കോച്ച് പ്രജിഷയാണ്. മുൻ ഇന്ത്യൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന പ്രജിഷയാണ്. ഇതിന്റെ ഇന്റർനാഷണൽ പ്ലെയറാണ്. പ്രജിഷയാണ് കോഴിക്കോട് ജില്ലയുടെ നമ്മള് വോളിബോൾ ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുടെ കൺവീനറാണ്.